തീപ്പെട്ടി അടുക്കി വെച്ച പോലെയുള്ള ബിൽഡിങ്ങുകളാണ് മുഴുവൻ. ഈ മലയുടെ അടിവാരത്തും ആ കാണുന്ന മലയുടെ അടിവാരത്തുമായിട്ടാണ് ഈ ജയ്പൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ആ സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രം. ആ ഒരു ക്ഷേത്രം അത് നമ്മൾ വൈകുന്നേരമാണ് അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ മലയുടെ മുകൾ ഭാഗത്തെ ഈ കോട്ടയുടെ ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പം നേരെ മലയുടെ അടിയിലാണ് ഞാനുള്ളത്. വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മരങ്ങളെല്ലാം ഇല പൊഴിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെയുള്ളത് വൈകുന്നേരമായി കഴിഞ്ഞാൽ തൽപര കക്ഷികളുടെ വിഹാര കേന്ദ്രമാണ് ഇവിടം. അതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് മുമ്പിൽ കാണാൻ പറ്റുക. ഇവിടെയെല്ലാം ഈ ബോട്ടിലെറിഞ്ഞ് പൊട്ടിച്ച് വെക്കുന്നത് നമ്മൾ റോഡിലൊക്കെ കാണുന്നതാണ്. അതുതന്നെയാണ് എല്ലായിടത്തെയും അവസ്ഥ. അപ്പോഴത്തെ നമ്മൾ മുകളിലേക്ക് ആ കാണുന്ന കോട്ടയുടെ ഭാഗത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ കോട്ടയുടെ ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നടക്കുകയാണ് കേട്ടോ. കാര്യം പറഞ്ഞാൽ ഇതിലെയൊക്കെ കയറി പോകാവുന്നതാണ്, പക്ഷെ ഞങ്ങൾ നടന്നാണ് പോകുന്നത്. കോട്ടയുടെ ഭാഗമാണ് മുകളിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ശരി, നമ്മൾ മുകളിലേക്ക് നമ്മൾ കയറി വലിയൊരു ഏരിയയിലോട്ട് എത്തിയപ്പോഴത്തേക്ക് കാണുന്ന കാഴ്ച കണ്ട എത്ര മനോഹരമാണെന്ന് നോക്കിയേ. ജയ്പൂരിൻ്റെ ആ മൊത്തം കാഴ്ചകൾ നമുക്ക് ഈ മലയുടെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഞങ്ങൾ കുറച്ച് ദൂരേ കയറിയുള്ളൂ. ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് 2 ബെൻഡ് കൂടെ കയറി പോകാനുണ്ട്. ഇവിടുത്തെ ടവറാണ് ഈ കാണുന്നത്. സാറ്റലൈറ്റ് ടവറും BSFൻ്റെ ടവറും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ജയ്പൂരിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഒരു ആകാശത്ത് നിന്ന് കാണുന്ന പോലെയുള്ള കാഴ്ചകളാണ് കാണുന്നത്. നടുവിൽ മനോഹരമായ ഒരു ലേക്ക്. അപ്പോൾ ഈ കാഴ്ചകൾ കണ്ട് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ നമ്മൾ കോട്ടയുടെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മന്ദിറാണ്. ഒരു ചെറിയ മന്ദിർ. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശീഷ് മഹൽ പാലസിൻ്റെ ഏരിയയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കോട്ടയുടെ ഭാഗത്തൂടെ നമ്മളിങ്ങനെ കോട്ടയുടെ മുകളിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ കോട്ടയുടെ ഭാഗം ആ ഒരു മലയുടെ മുകളിലൂടെ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ മലയുടെ മുകളിൽ നിന്നുള്ള വെള്ളം ശേഖരിച്ച് നിർത്തുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇറങ്ങാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പതിയെ നീങ്ങുകയാണ്. ഇത് കണ്ടോ കോട്ടയുടെ ഓരോ ഭാഗങ്ങൾ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കോട്ടയ്ക്കുള്ളിലേക്കുള്ള പ്രവേശന കവാടത്തിലെത്താം. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.